ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും വേഗം നിങ്ങൾ വരുന്നു, എന്നെ തടയുന്നു, എന്റെ വണ്ടിയിൽ നിന്നും മയക്കുമരുന്ന് എടുക്കുന്നു, എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരുന്നു, വളരെ ധൃതിയിൽ എഫ്ഐആർ ഇടുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണുള്ളതെന്നോ അവര് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുവെന്നോ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. വരൂ. മാഡം, ഞാൻ വർമ്മ സാറിന്റെ PA. എന്താ കാര്യം? അല്ല മാഡം, ഞങ്ങള് മാഡത്തിനോടൊന്ന് സംസാരിക്കാനായിട്ട് വന്ന. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാ? സംസാരിക്കാൻ ഒന്നുമില്ല, ബാക്കി പ്രൊസീജിയർ മാത്രം. അക്കാര്യങ്ങളാ ഞാൻ നോക്കുന്നത്. താൻ വർമ്മ സാറിന്റെ ആരാണെന്നാ പറഞ്ഞേ? ഞാൻ വർമ്മ സാറിന്റെ PA ആണ് മാഡം. താൻ മിനിസ്റ്ററുടെ PA അല്ലേ, അല്ലാതെ മിനിസ്റ്ററുടെ അഡ്വക്കേറ്റ് ഒന്നും അല്ലല്ലോ. തന്റെ നിൽപ്പും സംസാരവും ഒക്കെ കേട്ടാ തോന്നും മിനിസ്റ്റർ നിരപരാധിയാണെന്നും മിനിസ്റ്ററെ ഇറക്കിക്കൊണ്ട് പോകാനുള്ള പേപ്പറുമായിട്ടൊക്കെയാ താൻ വന്നിരിക്കുന്നതെന്നും. അല്ല മാഡം, അങ്ങനെയൊന്നും അല്ല. ഒരിക്കലും അഹങ്കാരത്തോടെ അല്ല മാഡത്തോട് ഞാൻ സംസാരിച്ചത്. ഞാൻ കാര്യങ്ങൾ എന്താണെന്ന് മാഡത്തിനെ ധരിപ്പിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചതേ ഉള്ളൂ. ഡോ, തന്നെ പോലെ ഒരാള് മിനിസ്റ്ററുടെ മകളുമായി കയറി വന്ന് കുറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് മനസ്സലിയാനല്ല ഞാൻ ഈ സീറ്റിലിരുന്ന് സാലറി വാങ്ങുന്നത്. എടോ, ഒരു നാട് ഭരിക്കുന്ന മന്ത്രിയുടെ കാറിൽ നിന്ന് കിലോ കണക്കിന് മയക്കുമരുന്ന് ഞങ്ങൾ പിടിച്ചെടുത്തത്. അതിന്റെ പിന്നിലുള്ള നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞ് അത് ബോധ്യപ്പെടാനുള്ള സമയം ഞങ്ങൾക്ക് വേണം. താൻ ഇങ്ങ് കേറി വന്ന് വർമ്മ സാർ പാവമാണ്, വർമ്മ സാറിനെ ഇറക്കി വിടണമെന്നൊക്കെ പറഞ്ഞാലേ അതൊന്നും നടക്കില്ല. താൻ പുറത്തോട്ടിരുന്നേ. മാഡം പ്ലീസ് മാഡം, മാഡം ഞങ്ങളൊന്ന് വിശ്വസിക്കണം. ഞാൻ പറഞ്ഞ സത്യമാ. വർമ്മ സാറ് നിരപരാധിയാ. ഇലക്ഷൻ ഡേറ്റിംഗ് അടുത്തു. അത് മുന്നിൽ കണ്ട് സാറിനെ കൊടുക്കാനായിട്ട് ആരോ മനഃപൂർവ്വം ചെയ്തതാണ് മാഡം. അല്ലെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യാ, ഈ കേസില് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഞാനാണെന്നും മയക്കുമരുന്ന് വെച്ചത് ഞാനാണെന്നും ഞാൻ സമ്മതിക്കാം മാഡം. വർമ്മ സാറിന്റെ തലയിൽ നിന്നും ഈ കേസ് എങ്ങനെയെങ്കിലും ഊരി തരണം മാഡം. എന്താ രാജു ഇത്? നീ എന്തൊക്കെയാ പറയുന്നേ? നീ പുറത്തേക്കുന്നേ? ഇല്ല വർമ്മ സാറേ, എനിക്ക് അങ്ങനെ പുറത്തു പോയി നിൽക്കാൻ പറ്റില്ല. വർമ്മ സാറേ, ഇതിപ്പോ FIR ഇട്ടിട്ടുണ്ടോ? ഇതൊക്കെ പ്രശ്നമാവും. മീഡിയ ഇത് അറിഞ്ഞ ആഘോഷിക്കും. ഇത്തവണത്തെ ഇലക്ഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും സാറേ. നമ്മുടെ നാട്ടിലെ ജനങ്ങളും പാർട്ടിയും വർമ്മ സാറിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം നശിക്കും. സാറിന്റെ ഇമേജ് തകരും. എനിക്കതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല സാറേ. താനിത് എങ്ങോട്ടാ കത്തിക്കേറി പോകുന്നേ? കുറ്റം സമ്മതിക്കാനും, അതും എന്റെ അനുവാദം ഇല്ലാതെ. ഇതൊന്നും നടക്കില്ല. താൻ പുറത്തോട്ടെന്നേ. മാഡം പ്ലീസ് മാഡം, ഞാൻ റിക്വസ്റ്റ് ചെയ്യാം മാഡം. ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം. തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? മാഡം പ്ലീസ് മാഡം, മാഡം ഞാൻ പറയുന്നൊന്ന് കേക്ക് മാഡം, പ്ലീസ് മാഡം. ഇയാളെ പിടിച്ച് പുറത്തോട്ട് നിർത്തിയേ. മാഡം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് മാഡം ദയവ് ചെയ്ത് FIR ഇടല്ലേ മാഡം. പുറത്തോട്ട് നിൽക്കാനല്ലേ പറഞ്ഞേ? പ്ലീസ് അങ്ങോട്ട് പോടോ. അവനെ ഉപദ്രവിക്കരുത്. ദേഹോപദ്രവം ഒന്നും വേണ്ട, പിടിച്ച് പുറത്തോട്ട് നിർത്തിയാ മതി. കുട്ടി പുറത്തേക്ക് നിന്നേ. ഇവിടെ കരച്ചിലും പിഴിച്ചിലും ഒന്നും നടക്കില്ല. പുറത്തോട്ട് ഇറങ്ങി നിൽക്കാനാ പറഞ്ഞേ. മാഡം നമുക്ക് പോവാം. വരൂ മാഡം. ഇല്ല സർ, FIR എഴുതാൻ പോകുന്നേ ഉള്ളൂ. ഇല്ല സർ, അതില് സംശയമൊന്നുമില്ല.
ഇവരെന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും നമ്മൾ അവരെ കണ്ടെത്തിയ സാഹചര്യം തൊണ്ടി മുതല് ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തില് കേസ് എടുത്തേ പറ്റൂ സർ. അതെ സർ, ഞാൻ എഫ്ഐആർ എഴുതാൻ പോവാ. മാഡം മാഡം എല്ലാം തയ്യാറാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തത്. ആ ഫയലിംഗ് തരൂ. എത്ര രൂപയുടെ മുതലുണ്ടോ? മാഡം അതൊരു 10-60 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാവും. ഏകദേശം 60 ലക്ഷത്തോളം രൂപ വില വരും. കൊള്ളാലോ വർമ്മ സാറേ. എന്നെ കുറിച്ച് അശ്വതിക്ക് ശരിക്കും അറിയാത്തോണ്ടാ. നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പാർട്ടിയാണ്. CM എന്റെ സുഹൃത്തും. എന്നിട്ടും ഞാനല്ല ഇത് ചെയ്തതെന്നും എനിക്കെതിരെ മറ്റാരാണോ ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ടും എന്റെ വാക്കിന് യാതൊരു വിലയും നൽകാതെ എന്നോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നില്ല. എനിക്ക് വളരെയധികം ഖേദമുണ്ട്. എന്ത് ചെയ്യാനാ സാറേ? സാറിന്റെ വണ്ടിയില് മയക്കുമരുന്നുണ്ടായിരുന്നു. ഞാനത് കൈയോടെ പിടിക്കുകയും ചെയ്തു. നിയമത്തിന് വിരുദ്ധമായ യാതൊരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല. എന്റെ ജോലിയാ ഞാൻ ചെയ്യാൻ പോകുന്നത്. സാറിനോട് എനിക്ക് ബഹുമാനമുണ്ട്. ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാ സാറ്. സാറ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മയക്കുമരുന്ന് കൈവശം വെച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത സാറിനെ ഞാൻ ചെയ്യേണ്ട അടുത്ത നടപടി സ്വീകരിക്കുക എന്നല്ലാതെ സാറിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി സാറിന്റെ ഒപ്പം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അശ്വതിക്ക് എന്നോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ടെന്നൊക്കെ പറയുന്നതിൽ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഇത്രയും വേഗം നിങ്ങൾ വരുന്നു, എന്നെ തടയുന്നു, എന്റെ വണ്ടിയിൽ നിന്നും മയക്കുമരുന്ന് എടുക്കുന്നു, എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരുന്നു, വളരെ ധൃതിയിൽ FIR ഇടുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണുള്ളതെന്നും അവര് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുവെന്നും മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. മാഡം നമുക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് FIR ഇടണം. ഓക്കെ എന്നാ. നമ്മളിനി എന്ത് ചെയ്യും രാജു? മാഡം എനിക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല. മാഡം, മന്ത്രിയുടെ മകളെന്ന നിലയിൽ ഇപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ അച്ഛനും മകൾക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറയും മാഡം. എനിക്കൊന്നും പറയാനില്ല. മാഡം, സ്വന്തം അച്ഛൻ അറസ്റ്റിലായിരിക്കുമ്പോൾ മൗനം പാലിക്കുകയാണോ മാഡം? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. പ്ലീസ് നിങ്ങളൊന്ന് മാറിക്കേ പ്ലീസ്. നിങ്ങൾ വർമ്മ സാറിന്റെ പേയല്ലേ രാജു? രാജുവിനെ അല്ലേ മാഡം വിവാഹം കഴിച്ചിരുന്നത്? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വർമ്മ സാർ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊരു ന്യൂസ് കേട്ടല്ലോ. ആ ന്യൂസ് സത്യമാണോ? നോവിനാലേ